Hi friends, welcome to Codereka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജാവയിൽ ഗാർബേജ് കളക്ഷൻ എന്താണെന്നാണ്. അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഫൈനലൈസ് മെത്തേഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഗാർബേജ് കളക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ ഫൈനലൈസിനെ കുറിച്ചുള്ള വീഡിയോ കാണാത്തവർ കാണുക, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. അപ്പോൾ നമുക്ക് ഗാർബേജ് കളക്ഷൻ എന്താണെന്ന് നോക്കാം. Garbage collection is automatic memory management process where JVM reclaims memory occupied by objects that are no longer used. അതായത് ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ അതിൻ്റെ മെമ്മറി എടുത്തിട്ട് റീക്ലെയിം ചെയ്യുന്ന മെമ്മറി മാനേജ്മെൻറ്റ് പ്രോസസ്സിനാണ് ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? This frees developers from manually allocating and deallocating memory, preventing memory leaks and improving overall performance. അതായത് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടെ നമുക്ക് ഡെവലപ്പേഴ്സിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറി അലോക്കേഷൻ ഡീഅലോക്കേഷൻ്റെ കാര്യമൊന്നും നമ്മൾ വെറീഡ് ആവണ്ട. അത് ഓട്ടോമാറ്റിക്കലി ഇത് ചെയ്യുന്നത് കൊണ്ട് മെമ്മറി ലീക്ക് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യും, മാത്രമല്ല ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യും. ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജാവ പ്രോഗ്രാം എഴുതുന്നു. അപ്പോൾ ജാവ പ്രോഗ്രാമിനകത്ത് നിങ്ങൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ ജാവ പ്രോഗ്രാം ഒരു JVMൽ റൺ ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റ് എല്ലാം ഹീപ്പ് മെമ്മറിയിൽ ക്രിയേറ്റ് ആവും. അതായത് ഈ പ്രോഗ്രാമിൻ്റെ ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുമല്ലോ, ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കുറച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങൾ ഒരു ക്ലാസ്സിൻ്റെ 10 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ആ 10 ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടും ഹീപ്പ് മെമ്മറിയിൽ മെമ്മറി അലോക്കേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് ഈ 10 എണ്ണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണം മതി. ഓക്കെ, നിങ്ങളപ്പോൾ 10 എണ്ണം ക്രിയേറ്റ് ചെയ്ത് പോയി, പക്ഷേ 2 എണ്ണം നിങ്ങൾക്ക് ശരിക്കും വേണ്ടതുള്ളൂ, ബാക്കി 8 എണ്ണം വേണ്ട. പക്ഷേ എന്ത് പറ്റി? ഇത് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മെമ്മറിയിൽ അതിൻ്റെ സ്പേസ് അലോക്കേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 8 എണ്ണം നിങ്ങൾക്ക് വേണ്ട. അപ്പം അങ്ങനെ വരുന്ന കേസിൽ എന്താണ്, ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ അത് കണ്ടെത്തും JVM. ഓക്കെ, എന്നിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യും. എന്തിനാണ്? മെമ്മറി ഫ്രീ അപ്പ് ചെയ്യാൻ. അങ്ങനെ മെമ്മറി ഫ്രീ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും പ്രോസസ്സിനോ ടാസ്കിനോ ആ മെമ്മറി യൂസ് ചെയ്യാമല്ലോ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ C പ്രോഗ്രാമിലാണെങ്കിൽ അത് ഫ്രീ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. CPPയിലാണെങ്കിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിയിൽ ഇപ്പോൾ ഗാർബേജ് കളക്ഷന് പകരം സിയിലും CPPയിലും എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിൽ ഫ്രീ എന്ന് പറഞ്ഞൊരു മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ CPPയിൽ ഡിലീറ്റ് മെത്തേഡും കോൾ ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ ഈ ഗാർബേജ് കളക്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ എന്താണ് മെമ്മറി ലീക്ക്, അതെങ്ങനെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഗാർബേജ് കളക്ഷൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യും ആപ്ലിക്കേഷൻ ഏതൊക്കെ ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏതൊക്കെ ഒബ്ജക്റ്റ് അതിന് വേണ്ടാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളുടെ മെമ്മറി ഫ്രീ അപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഫ്രീ അപ്പ് ചെയ്യുമ്പോൾ എന്താണ്, വേറെ ഏതെങ്കിലും പ്രോസസ്സിന് അത് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പർപ്പസിന് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് GC ചെയ്യുന്നത്, അതായത് ഗാർബേജ് കളക്ഷൻ. ഇനി മെമ്മറി ലീക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ memory leaks is a situation where an application keep holding into objects that are no longer needed, preventing the GC from using memory used by these objects. ഇപ്പോൾ മുമ്പത്തെ ഞാൻ ആപ്ലിക്കേഷൻ പറഞ്ഞതുപോലെ 10 ഒബ്ജക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ 2 എണ്ണം മതി, ബാക്കി 8 എണ്ണം വേണ്ട. പക്ഷേ എന്താണ്, ആപ്ലിക്കേഷൻ ആ 10 എണ്ണത്തിനെയും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഗാർബേജ് കളക്ഷന് ഈ മെമ്മറി വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ഈ ആപ്ലിക്കേഷൻ കൂടുതൽ മെമ്മറി കൺസ്യൂം ചെയ്യും, എന്നിട്ട് അതുമൂലം ഔട്ട് ഓഫ് മെമ്മറി ഉണ്ടാവും. അതിനാണ് നമ്മൾ മെമ്മറി ലീക്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ മെമ്മറി ലീക്കിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ ഒബ്ജക്റ്റുകളുടെ റെഫറൻസ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. ഇപ്പം ഞാൻ മുമ്പത്തെ പറഞ്ഞ എക്സാമ്പിളിനകത്തെ 10 എണ്ണത്തിലെ ആ 8 എണ്ണം ഹോൾഡ് ചെയ്ത് വെച്ചേക്കാന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ മെമ്മറി ലീക്ക് ഉണ്ടാവും, അതൊരു കാരണമാണ്. അതുപോലെ ക്രിയേറ്റിംഗ് ടു മെനി ഒബ്ജക്ട്സ് വിത്തൗട്ട് റിലീസിങ്, ഒരുപാട് ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും പക്ഷെ ഒന്നും റിലീസ് ചെയ്തില്ല, അതൊരു ഫാക്ടറാണ്. അതുപോലെ ഫയൽ ഹാൻഡിൽസ്, നെറ്റ്വർക്ക് കണക്ഷൻ, ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്തു എന്നിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്തില്ല, ഒരു നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്തു എന്നിട്ട് ക്ലോസ് ചെയ്തില്ല, ഇതൊക്കെ മെമ്മറി ലീക്ക് ഉണ്ടാവാനുള്ള ഓരോ കാരണങ്ങളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാർബേജ് കളക്ഷൻ റൺ ചെയ്യാൻ എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഗാർബേജ് കളക്ഷന് വേണ്ടിയിട്ട് എലിജിബിൾ ആണെന്ന് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു 5 ഒബ്ജക്റ്റ് അൺവാണ്ടഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺറെഫറൻസ്ഡ് ആണ്, അപ്പോൾ അത് ഗാർബേജ് കളക്ഷൻ എലിജിബിൾ ആണ്. പക്ഷെ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഡിസ്ട്രോയ് ആവില്ല. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും ഇതിനെല്ലാം ഡിസ്ട്രോയ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഗാർബേജ് കളക്ടറിന് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് JVMനോട് റിക്വസ്റ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 2 വേ ഉണ്ട്. ഒന്നാമത്തതാണ് യൂസിങ് system.gc നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഗാർബേജ് കളക്ടറിനെ കോൾ ചെയ്യും. ഓക്കെ, അത് വെച്ചും പറ്റും. അതുപോലെ runtime.getRuntime.gc, ഈ 2 മെത്തേഡും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഗാർബേജ് കളക്ടറിനെ കോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു സാമ്പിൾ പ്രോഗ്രാം കാണിക്കാം. ഓക്കെ, ഇവിടെ ഒരു GC എക്സാമ്പിൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു.
എന്നിട്ട് ഇവിടെ ഞാൻ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് obj1 ഓക്കെ ഈക്വൽ ടു ന്യൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഒരു 4 ഒബ്ജക്റ്റ് ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ. അപ്പോൾ obj1 ഉണ്ടാക്കി, obj2 ഉണ്ടാക്കി, obj3, obj4. ഓക്കെ, 4 ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഇതിൻ്റെ കുറച്ച് കോഡും കാര്യങ്ങളും ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. കുറേ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ട് ഇത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകൾ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഈ obj1 വെച്ചിട്ട് ഞാൻ കുറച്ച് കോഡൊക്കെ കൊടുത്തു. അതുപോലെ തന്നെ obj2 വെച്ചിട്ട് ഞാൻ കുറച്ച് കോഡുകളൊക്കെ എഴുതി. ഇത് 2 എണ്ണം എനിക്ക് യാതൊരു ഉപയോഗവും വന്നില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് അൺയൂസ്ഡ് ആണെന്ന് പറയാം. ഓക്കെ, എന്നിട്ട് ഗാർബേജ് കളക്ടറിനെ വിളിച്ചു കഴിഞ്ഞാൽ അത് വന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനിത് കൊടുക്കുകയാണ് ഈക്വൽ ടു നൾ. ആ റെഫറൻസ് ഞാൻ നള്ളാക്കി കൊടുത്തു. അതുപോലെ തന്നെ 4ാമത്തെ ഒബ്ജക്റ്റ് അതും ഞാനിവിടെ നള്ളാക്കി കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ എനിക്ക് ഫൈനലൈസ് മെത്തേഡ് എഴുതാം. വോയിഡ് ഫൈനലൈസ്. ഓക്കെ, ഇത് ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒരു സിസ്ഔട്ടിനകത്ത് ഒരു മെസ്സേജ് കൊടുക്കാം, ക്ലീനിങ് അപ്പ്. ഓക്കെ, ഇങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫൈനലൈസ് മെത്തേഡ് എഴുതുമ്പോൾ അതിനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെയാണ് ഇവിടെ ഒരു എറർ കാണിക്കുന്നത്. പ്രൊട്ടക്റ്റഡ് വോയിഡ് ഫൈനലൈസ് എന്ന് കൊടുത്തു. ഇവിടെ അപ്പോൾ ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്തു, 4 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് 2 എണ്ണത്തിന് വെച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളും കോഡും ഒക്കെ ചെയ്തു. ബാക്കി 2 എണ്ണം എനിക്ക് ഉപയോഗം വന്നില്ല. അപ്പം ഞാൻ എൻ്റെ റെഫറൻസ് നള്ളാക്കി കൊടുത്തു. ഇനി എന്താണ്, ഇപ്പം എൻ്റെ PPTയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്ക് 2 രീതിയിൽ GCയെ കോൾ ചെയ്യാം. system.gc വെച്ചും പറ്റും, ഇത് വെച്ചും പറ്റും. അപ്പം ഞാൻ ആദ്യം system.gc വെച്ച് കോൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ system.gc ഓക്കെ കോൾ ചെയ്തു. ഓക്കെ, ഇപ്പം എന്ത് പറ്റും, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, നമുക്കിപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാം. 2 വട്ടം ക്ലീനിങ് അപ്പ് പ്രിന്റ് ആയി. ഇത് എന്തുകൊണ്ടാണ് 2 തവണ ക്ലീനിങ് അപ്പ് പ്രിന്റ് ആയത്? കാരണം എന്താണ്, 2 തവണയാണ് ഈ ഗാർബേജ് കളക്ടർ എക്സിക്യൂട്ട് ആയിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് 2 തവണ? അതായത് ഓരോ തവണയും ഈ ഫൈനലൈസ് മെത്തേഡ് ഒരു തവണ ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു തവണ ഇത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ 2 ഒബ്ജക്റ്റുകൾ നള്ളായിട്ട് കൊടുത്തല്ലോ. അപ്പോൾ നള്ളായിട്ട് കൊടുത്തപ്പോൾ ഇതിന് മനസ്സിലായി ഇത് രണ്ടും അൺയൂസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആണെന്ന്. അപ്പം ഞാൻ ഗാർബേജ് കളക്ടറിനെ വിളിക്കുമ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റിനെ അത് നള്ളാക്കും. ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ഇത് റിലീസ് ചെയ്യും. ഓക്കെ, അത് കഴിയുമ്പോൾ 2ാമത്തേൻ്റെയും. ഇനിയിപ്പോൾ ഞാനിവിടെ എനിക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റേ വേണ്ടി വന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇതിനെയും ഞാനിവിടെ നള്ളാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് കോഡൊന്നും ഞാൻ എഴുതിയില്ല, ഇതിനെ നള്ളാക്കി കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റുക, ഓരോ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 3 തവണ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇത് ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുമ്പോൾ 3 തവണ ക്ലീനിങ് അപ്പ് എന്ന് വരും. മനസ്സിലായല്ലോ? ഇനിയിപ്പോൾ ഞാൻ ഇത് മാത്രമേ കൊടുത്തുള്ളൂ, എനിക്ക് ഓരോ ഒബ്ജക്റ്റേ ആവശ്യമില്ലാതെ വന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ നൾ റെഫറൻസ് ആക്കി കൊടുക്കുമ്പോൾ എന്താണ്, ഒരു തവണ ക്ലീനിങ് അപ്പ് പ്രിൻ്റ് ആവും. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫൈനലൈസ് എന്ന് പറയുന്നത് ഈ ഗാർബേജ് കളക്ടറാണ് അതിനെ കോൾ ചെയ്യുന്നത്. നമ്മുടെ ഗാർബേജ് കളക്ടറാണ് ഫൈനലൈസ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത്, JVM അല്ല. അതുപോലെ ഫൈനലൈസ് മെത്തേഡ് എന്ന് പറയുന്നത് ഓരോ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഒരു തവണയാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എത്ര ഒബ്ജക്റ്റ് നള്ളാക്കി കൊടുത്തോ അത്ര എണ്ണത്തിൻ്റെ മെമ്മറി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 10 ഒബ്ജക്റ്റാണ് നള്ളാക്കി കൊടുത്തിട്ട് വിളിക്കുന്നതെങ്കിൽ ഇത് 10 തവണ കോളാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് system.gc വെച്ച് ചെയ്തതാണ്. അതുപോലെ തന്നെ നമുക്കിതാ ഇത് യൂസ് ചെയ്തിട്ടും ചെയ്യാം. runtime.get_runtime.gc. അപ്പോൾ ഇങ്ങനെ വിളിക്കുമ്പോഴും ഇതിന് പകരം നമുക്ക് ഇത് കൊടുക്കാം. ഓക്കെ, സെമിക്കോളൻ. ഇത് റൺ ചെയ്യുമ്പോഴും നമുക്ക് സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. അതായത് ഗാർബേജ് കളക്ഷനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനലൈസ് മെത്തേഡിനെ വിളിക്കുന്നത് ആരാണ്? ഗാർബേജ് കളക്ടറാണ്, JVM അല്ല. എങ്ങനെ വിളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ system.gc വെച്ചും പറ്റും, runtime.get_runtime.gc വെച്ചും പറ്റും. മനസ്സിലായല്ലോ? ഇനി ഗാർബേജ് കളക്ഷൻ്റെ യൂസ് എന്താണെന്ന്. ഗാർബേജ് കളക്ഷൻ്റെ യൂസ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മുടെ ജാവ മെമ്മറി എഫിഷ്യൻ്റ് ആവും. കാരണം എന്താണ്, ഹീപ്പ് മെമ്മറിയിൽ നിന്ന് അൺറെഫറൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ റിമൂവ് ആവുന്നതുകൊണ്ട് നമ്മുടേത് മെമ്മറി എഫിഷ്യൻ്റ് ആവും. അതുപോലെ ഇത് ഗാർബേജ് കളക്ടർ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ എഫേർട്ടിൻ്റെ കാര്യമില്ല. ഇതിപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് കോൾ ചെയ്ത് ഇതിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിലാണ് നമ്മളിങ്ങനെ ചെയ്ത് നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഗാർബേജ് കളക്ഷൻ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.